Hello friends, very good morning. Today we are going to handle another very interesting topic, as you know, optimization. നമ്മുടെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ തേർഡ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ലോങ് എസ്സേ ടോപ്പിക്കാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് റിവിഷൻ നടത്തി പഠിച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാമിൽ ഒരു എസ്സേ ടോപ്പിക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഏരിയ ഒപ്റ്റിമൈസേഷൻ നമുക്ക് അറിയുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. വി നോ, see, human wants are unlimited, but resources are scarce or limited. നമ്മൾ പാട്ടും പാടി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു എക്കണോമിക് ഏജൻറ്റ്, സേ കൺസ്യൂമർ, what is the aim or objective of consumer? Utility maximization or maximum level of satisfaction. Okay, while we are considering a producer or a firm, what is the goal or objective? Profit maximization or cost minimization or sales maximization and so on. Okay, യൂണിവേഴ്സിറ്റി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ വരുന്ന തേർഡ് മൊഡ്യൂളിലെ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ഒപ്റ്റിമൈസേഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ, സിമിലർലി ഒപ്റ്റിമൈസേഷൻ ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ആൻഡ് സോ ഓൺ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ വരികയാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ഓർ ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ഒപ്റ്റിമൈസേഷൻ in economics? What will be your answer? Optimization is the process of finding the maximum or minimum value of a given function, isn't it? That is, here we use the mathematical tool of differentiation for the optimization of the functions. നമ്മളിവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ടൂളാണ് എന്ത്? ഡിഫറൻഷിയേഷൻ, പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, സിമിലർലി പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് പൊടി തട്ടി നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ആസ്പെക്റ്റ് ആണെന്ത്? മാക്സിമൈസേഷൻ ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ, സിമിലർലി മിനിമൈസേഷൻ ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ 2 പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ്, സിമിലർലി വി ക്യാൻ സി ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ്. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത് എന്താണ്? കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നാണ്. ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ കൺസ്യൂമറിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താ? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഓർ മിനിമം കോസ്റ്റ് ഓർ മാക്സിമം സെയിൽസ് ഓർ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് ഓർ പ്രോഫിറ്റ്. ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ എന്താണ്? വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, മാക്സിമൈസേഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ഇസന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എക്സ് ഓർ വൈ ഗുഡ്സ് അതവർക്ക് കൺസ്യൂം ചെയ്തിട്ട് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ റീച്ച് ചെയ്യുക. കാരണം അദ്ദേഹത്തിന് ഇൻകം, ഹിസ് ബജറ്റ്, അങ്ങനെയുള്ള ഒരു കൺസ്ട്രെയിൻഡ് ഇല്ലാത്ത ഒപ്റ്റിമൈസേഷനെ പറയുന്ന പേരാണെന്ത്? അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ഓർ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ്. അവിടെ നമുക്കറിയാം മാക്സിമ ഓർ മിനിമ നമ്മൾ കണ്ടുപിടിക്കുമ്പം 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ എക്കണോമിക് അനാലിസിസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയാസാണ്. ഒന്ന് പൊടി തട്ടിയെടുക്കുക. ചിലപ്പോൾ ഒരു 2 മാർക്ക് 5 മാർക്കിലൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. മാക്സിമ ആൻഡ് മിനിമ, വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഓർ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് or what are the steps to find out maxima and minima of a single variable function or multivariable function. Optimization without constraints, right? അവിടെ 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ് എന്ത്? നമുക്കറിയാം എഫ് ഡാഷ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ്, നമ്മൾ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു, ദെൻ അതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ദെൻ we solve the equation, then we will get the critical values. Values kittunnu, unknowns inde values kittunnu,
then അത് നെസസറി കണ്ടീഷൻ ആണ്. സഫിഷ്യന്റ് കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മസ്റ്റ് ബി നെഗറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഫംഗ്ഷൻ വിൽ ബി അറ്റ് മാക്സിമം. Then f double dash a is greater than 0, then you know that function is at a minimum. Okay, ഇതാണ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ that come under optimization without constraints. ഓക്കെ, മറക്കരുത്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഞാനിതൊരു ചാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then similarly optimization with constraints. ആ ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. നമ്മുടെ സിലബസ് അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പറയുമ്പോൾ അവിടെ ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ട്, എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്, ദാറ്റ് ഈസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഓർ ഹിസ് ബജറ്റ്. കാരണം എനിക്ക് ആപ്പിളോ ഓറഞ്ചോ എനിക്ക് കൺസ്യൂം ചെയ്യാം, ബട്ട് എനിക്ക് ആവശ്യമുള്ള അത്ര എനിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, ആഗ്രഹമുള്ള അത്ര കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ദ കൺസ്ട്രെയിൻ? ഇൻകം. എനിക്ക് 100 രൂപയാണ്, അപ്പോൾ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുക? എക്സ് ഓർ വൈ ഓർ ആപ്പിൾ ആൻഡ് ഓറഞ്ച് കൺസ്യൂം ചെയ്തിട്ട് എനിക്ക് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിലെത്താം. അതുപോലെ ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാം, ബട്ട് ലേബറിനെയും ക്യാപിറ്റലിനെയും ഒക്കെ ഹയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിസോഴ്സസ് അക്വയർ ചെയ്യുന്നതിനുള്ള ഇൻകം റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് വരുന്നതാണ് എന്ത്? ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ് ഓർ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ഈ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, എ സിംഗിൾ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആണെങ്കിൽ വി വിൽ യൂസ് Lagrange method or Lagrange multiplier or substitution method. Substitution method എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടെക്നിക്. ഇനി മൾട്ടിപ്പിൾ കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒന്നിൽ കൂടുതൽ 2 or 3 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ we will use another technique popularly known as linear programming. 4th module വരുന്ന ഏരിയ. ഓക്കെ, ഗ്രാഫിക് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. റൈറ്റ്, 4th മൊഡ്യൂളിൽ കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു. പ്രോപ്പർട്ടീസ് ഓഫ് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1 hour അടുത്ത് വരുന്ന അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ പ്രോപ്പർട്ടീസ് മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അതിൽ ഒത്തിരി പ്രോപ്പർട്ടീസ് നമുക്ക് 5 മാർക്ക് ആയിട്ട് വരാം, പാരഗ്രാഫ് ടൈപ്പ് ആയിട്ട് നമുക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വളരെ വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് 10 minutes 15 minutesൻ്റെ ഉള്ളിൽ വരുന്ന ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ഓൾ ദീസ് വീഡിയോസ് ആൻഡ് യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നല്ല മനോഹരമായിട്ടുള്ള ആൻസർ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് എഴുതാൻ സാധിക്കും. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട്സ് ത്രൂ എ സിമ്പിൾ ചാർട്ട്. Now we can consider this simple chart to understand all the areas that come under module 3 optimization. Okay, നമ്മൾ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. See, optimization that involves both maximum and minimum of a given function. Okay, we are going to find out the maximum value of a given function or the minimum value of a given function. Okay, maximization of a given function, for example utility function, that is maximum utility or maximization of utility of a consumer. Or another example profit function, in which we are going to find out the maximum level of profit of a firm. In the case of minimum function, the simple example cost function, that is minimum cost or minimization of cost of a firm. Another important thing is that generally there are 2 types that come under optimization. See, optimization without constraints and optimization with constraints. We have already discussed all these things. Optimization without constraints, കാരണം കൺസ്യൂമറിൻ്റെ കേസ് ആണെങ്കിൽ അദ്ദേഹത്തിന് ബജറ്റോ ഇൻകം അങ്ങനെ ഒരു കൺസ്ട്രെയിൻ്റ് ഇല്ല, ബാരിയർ ഇല്ല, തടസ്സമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്താൻ ഇറ്റ് ഈസ് റിയലി വെരി വെരി ഈസി. ഒരു ഫേമിനെ സംബന്ധിച്ചാണെങ്കിൽ എത്രയും ലേബറും ക്യാപിറ്റലിനെയും ഹയർ ചെയ്തിട്ട് അവർക്ക് ഉൽപ്പാദനം നടത്തിയിട്ട് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാം.
അത് റിയൽ വേൾഡിൽ വളരെ റെയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡു ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ കാണുന്നത് ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്യൂമറിൻ്റെ കേസിൽ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഹിസ് ഇൻകം ഈസ് വൺ ഓഫ് ദ കൺസ്ട്രെയിൻസ്. സിമിലർലി ഫേമിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ക്യാപിറ്റലും അതുപോലെ ലേബറും ടെക്നോളജിയും ഒക്കെ വാങ്ങുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. That is, a consumer or firm may face single or multiple constraints in the way of attaining equilibrium position or maximum level of output or maximum level of satisfaction and so on. Optimization without constraints. See, here we are going to find out maxima or minima. To attain that level, we need to fulfill two conditions. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഇവിടെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ എക്കണോമിക് അനാലിസിസ് നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. സി ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ, ദെൻ സിമിലർലി വി ക്യാൻ സി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ. ഓക്കെ, ഇതേ പാറ്റേൺ തന്നെയാണ് ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിലൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് ഇൻ ഡിഫറെൻറ്റ് വേ by using the tool of differentiation, partial differentiation that we will use in the case of Lagrange multiplier and something like that. Okay. അപ്പോൾ see, ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസിൽ രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ്. ഇങ്ങനെ തിയററ്റിക്കൽ ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കട്ടോ. അതാണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരാണ് y is equal to x plus 4x minus 1. See, first thing is that we can take the function like y is equal to x square plus 4x minus 1. This is the function. Here the first order condition that saying that first derivative, that is dy by dx or f dash x equal to 2x plus 4, that should be equated to 0. Okay, this is the first order condition. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു? 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ വി വിൽ സോൾവ് ദിസ് ഫംഗ്ഷൻ ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ വാല്യൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ. ഞാൻ വരുന്ന വീഡിയോയിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാം, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ? Here second derivative, that is f double dash a. See, for maximum value the second derivative should be less than 0. Okay, നിങ്ങളൊരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ നിങ്ങൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് d square y by dx square should be less than 0 for maximum value. മിനിമം വാല്യൂക്ക് ആണെങ്കിൽ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് ഫോർ മിനിമം വാല്യൂ. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ദിസ് ഈസ് ദ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസിലാണെങ്കിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാനാണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റത്തെ കണ്ടീഷനാണ് നെസസറി കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. ഓക്കെ, നെസസറി കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നു, അതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ആ ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു, അപ്പം നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂസ് കിട്ടും. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ അഥവാ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ മാക്സിമം പറയുന്നത് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്നു, ആ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. ദെൻ ദാറ്റ് സാറ്റിസ്ഫൈസ് മാക്സിമം പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസിൽ മിനിമം പോയിന്റ് നമ്മൾ കാണുമ്പോൾ എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സെയിം ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു, അതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ഫംഗ്ഷൻ സോൾവ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ വാല്യൂസ് കിട്ടുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് അഥവാ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അഥവാ ഡബിൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം അഥവാ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പം അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അഥവാ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദെൻ ദാറ്റ് വിൽ റെപ്രസെൻറ്റ് മിനിമം വാല്യൂ. ഓക്കെ, ഒന്നുകൂടി ഞാൻ സിമ്പിളാക്കി തരാം. സി,
ഒരു സിമ്പിൾ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. See, this is the maximum point. Okay. See x1 and this is the minimum point. That is x2. ഈ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ കണ്ടീഷൻ എന്താ പറയുന്നത്? dy/dx ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഷുഡ് ബി 0. കാരണം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ ആണ് അല്ലേ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കാൻ ഷേപ്പ് ഓഫ് ദ ഫിഗർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്റ്റേഷനറി പോയിന്റ് ആണ്. കാരണം എന്താ? 0 ആണ്. പിന്നെ മുകളിലോട്ടോ താഴോട്ടോ ഒന്നും ഇതില്ല. കാരണം അത് മാക്സിമം പോയിന്റ് ആണ്. അവിടുത്തെ പിന്നെന്താണ്? മുകളിലോട്ട് പിന്നെ ഉണ്ടോ? നോ. dy/dx is equal to 0. ദെൻ പിന്നെ പറയുന്നത് എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഷുഡ് ബി നെഗറ്റീവ്. കാരണം എന്താ? നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്താണ്? മാക്സിമം പോയിന്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും? താഴോട്ടായിരിക്കും. ദാറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ഒരു പോയിന്റ് ഒരിക്കലും മറക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സിമിലർലി മിനിമം പോയിന്റിൽ വരുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഈക്വൽ ടു 0. ഇതാണല്ലേ. ഇവിടെ പിന്നെന്താണ്? മൂവ്മെന്റിൽ ഏറ്റവും മിനിമം പോയിന്റ്. പിന്നെ താഴോട്ടുണ്ടോ? ഇനിയും ഇവിടുന്ന് താഴോട്ടുണ്ടെങ്കിൽ ഇത് മിനിമം പോയിന്റ് ആണോ? അല്ല, ഇവിടുന്ന് ഇനി താഴോട്ടില്ല അല്ലേ, 0 ആണ്. ബട്ട് വീണ്ടും നമ്മൾ അതിനെ ഡെറിവേറ്റീവ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് മുകളിലോട്ട് വരിക. ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ദിസ് ഈസ് അബൌട്ട് ഒപ്റ്റിമൈസേഷൻ വിതൗട്ട് കൺസ്ട്രെയിൻസ്. ഓക്കെ, നൗ ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണെന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആൻഡ് ലഗ്രാഞ്ച് മെത്തേഡ്. ഈ ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, ലഗ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് 1797 നമ്മുടെ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? ലഗ്രാഞ്ച് മെത്തേഡ് ഓർ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, പേര് കേട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. അപ്പോൾ ലഗ്രാഞ്ച് മെത്തേഡ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തരും, അതിന് കൺസ്ട്രെയിൻസ് ഉണ്ട്, അതിലേക്ക് നമ്മളൊരു ലാംഡ, അതിന് വിളിക്കുന്ന പേരാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, ആഡ് ചെയ്യുന്നു, പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നു, അൺനോൺസിൻ്റെ വാല്യൂസ് കാണുന്നു. ഓക്കെ, അതാണ് നെസസറി കണ്ടീഷൻ. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്, അഥവാ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഉണ്ട്, അതാണ് ബോർഡഡ് ഹെസ്സിയൻ മെട്രിക്സ്. ഓക്കെ, അത് മാക്സിമൈസേഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അഥവാ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മിനിമം പോയിന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ബോർഡഡ് ഹെസ്സിയൻ മെട്രിക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓർ ലഗ്രാഞ്ച് മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വളരെ വളരെ സിമ്പിളാണ്, ഏത് പോലീസുകാരനും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൺസ്ട്രെയിൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസ് കാണുന്ന രീതിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. വളരെ സിമ്പിളാണ്. ബട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏതാണ്? ലഗ്രാഞ്ച് മെത്തേഡ്. ഇത് കുറച്ച് പഠിക്കാനുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഓക്കെ, ബട്ട് നമുക്ക് എന്താണ്? ജനറൽ എസ്സേ ടോപ്പിക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അഥവാ ലഗ്രാഞ്ച് മെത്തേഡിൽ അവിടെ നമ്മൾ നോക്കുന്ന വൺ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ, ഇങ്ങനെയുള്ള വൺ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ലഗ്രാഞ്ച് മെത്തേഡ്. മൾട്ടിപ്പിൾ കൺസ്ട്രെയിൻസിലും ലഗ്രാഞ്ച് മെത്തേഡ് ഉപയോഗിക്കാം. ബട്ട് പോപ്പുലർ ആയിട്ട് ദിസ് മെത്തേഡ് ഈസ് വെരി വെരി ഇഫക്റ്റീവ് ഇൻ ദ കേസ് ഓഫ് വൺ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ കൺസ്ട്രെയിൻസ് 2 or 3 കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്? ലീനിയർ പ്രോഗ്രാമിംഗ്. 4th മൊഡ്യൂൾ വരുന്ന ഏരിയ വളരെ സിമ്പിളായിട്ട് നമ്മളത് ഡീൽ ചെയ്യും. ഗ്രാഫിക്കൽ മെത്തേഡ്, സിംപ്ലക്സ് മെത്തേഡ്, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യും. ഗ്രാഫിക്കൽ മെത്തേഡാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. അത് നമ്മൾ 4th മൊഡ്യൂൾ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചതാണ്. 3rd മൊഡ്യൂളിൻ്റെ ഏരിയ ആയിട്ട് ഡീൽ ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസിലും ഫസ്റ്റ് ഓർഡർ കണ്ടീഷനുണ്ട്, സെക്കൻഡ് ഓർഡർ കണ്ടീഷനുണ്ട്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ബോർഡർ ഹെസ്സിയൻ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് അത് പ്രൂവ് ചെയ്യും. ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ് സിമ്പിൾ ടോപ്പിക്കാണ്. ബട്ട് ചെറിയ രീതിയിൽ റിവിഷൻ നടത്തിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനും പറ്റും. ഈ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസിന് 2-3 പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്ത് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫോർമുലൊക്കെ മനസ്സിൽ വേണം കേട്ടോ.
നമുക്കറിയാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഫോർമുലൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവുക. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. നമ്മൾ കോപ്ഡ ഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൊക്കെ പഠിച്ചപ്പം ഡെറിവേറ്റീവും ഡിഫറൻഷിയേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ മാറ്റർ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഈ ടോപ്പിക്ക് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ that come under optimization without constraints. After that we will discuss Lagrange method and also the problems associated with utility maximization, profit maximization and cost minimization. After that we will discuss linear programming. Okay, thank you.